ബാലചന്ദ്രമേനോന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് ജാമ്യം. പരാതി നൽകാനെടുത്ത കാലതാമസം പരിഗണിച്ചാണ് ജാമ്യം. അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യം ഈ കേസ് പരാതി നൽകാൻ 17 വർഷം എടുത്തു. 17 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതുമാത്രമല്ല, ചില നിരീക്ഷണങ്ങൾ കൂടി കോടതി നടത്തുകയും ചെയ്തു, അല്ലേ? അതായത് ബാലേന്ദ്രമേനോൻ്റെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഇത് പരിഗണിച്ച് നേരത്തെ നവംബർ 21 വരെ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ആ ഇടക്കാല മുൻകൂർ ജാമ്യത്തിൻ്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ആ കേസ് വീണ്ടും അതേ ഹർജി തന്നെ വീണ്ടും എടുത്ത് സ്ഥിരജാമ്യമായി നൽകുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ ചില പരാമർശങ്ങളാണ്. ഒന്ന്, ബാലേന്ദ്രമേനോൻ പറഞ്ഞത് തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമായിരുന്നു പരാതിക്കാരിയുടെ. അതുകൊണ്ട് തന്നെ താൻ ഇതിൽ കുറ്റവാളിയല്ല, തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം, അതായിരുന്നു വാദം. കോടതി ഇത് പരിഗണിച്ച ശേഷം മുൻകൂർ ജാമ്യം നൽകുക മാത്രമല്ല, ചില കമൻ്റ് നടത്തുകയും ചെയ്തു. അതിൽ പറയുന്നത് ഇതൊരു കാലതാമസം മുൻകൂർ ജാമ്യം നൽകുന്നതിനൊരു കാരണമായി അത് കൂടി പരിഗണിക്കുന്നു എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. കാരണം 17 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. അതായത് 2007 ജനുവരിയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് പരാതിയിൽ തന്നെ പറയുന്ന പശ്ചാത്തലത്തിൽ കാലതാമസം ഒരു പ്രശ്നമാണ്. മാത്രമല്ല, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ് ബാലേന്ദ്രമേനോൻ എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഈ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട് എന്നൊരു നിരീക്ഷണം കൂടി സിംഗിൾ ബെഞ്ച് ഇതിലൂടെ നടത്തിയിട്ടുണ്ട്. ഏതായാലും കോടതി ഈ കേസിൻ്റെ മറ്റ് മെറിറ്റിലേക്കൊന്നും കടന്നില്ല. പക്ഷേ ഇതിൽ മുൻകൂർ ജാമ്യത്തിന് ബാലചന്ദ്രമേനോന് അർഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. അതങ്ങനെയാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ശരി, ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.